ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു ഗൈസ് ഈ ഇടയ്ക്കായിട്ട്. സോ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ആ പറഞ്ഞ ഒരു രീതി ഭയങ്കര റോങ് ആണ്. സോ നമുക്ക് ആ പറഞ്ഞ കാര്യം എന്താണെന്ന് ഒന്ന് കേട്ടു നോക്കാവേ. അഖിൽമാരാര് വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളുള്ളൂ. ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം നേടലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് അഖിൽമാരാര് ചോദിക്കാനുള്ള ചോദ്യം, എങ്കിൽ നിങ്ങൾ ആരെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടി കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. പിള്ളേരെ കൂട്ടിക്കൊടുത്തു എന്ന് ഈ നാറി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാടാ വെറുതെ ഇരിക്കുന്ന പിള്ളേരെ ഇതിനകത്തോട്ട് വലിച്ചെടുക്കണേ? നാടാണ്ടോ നിനക്ക്? ഒരു മക്കളുണ്ടോ? ഒരു മക്കളുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവനിങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിന് പ്രതികരണമായിട്ട് അഖിൽമാരാർ വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തത് ഇവരെ നോക്കാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ നമ്മൾ ഊക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ അഖിൽമാരാർ ഊക്കിയിട്ടുണ്ട് ഗൈസ്. സോ ഞാൻ അതിൻ്റെ ഒരു കോൾ റെക്കോർഡിങ് നിങ്ങളെ കേൾപ്പിക്കാം. എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക. നല്ല പരത്തെറിയാണ്, പച്ചത്തെറിയാണ്. പലതൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ ഇൻട്രോ പൊളിച്ച് ഇവൻ പറഞ്ഞിട്ടുണ്ടല്ലോ അഖിൽമാരാർ അങ്ങനെ കൂട്ടിക്കൊടുക്കത്തില്ലെന്ന് അറിയാം, പക്ഷെ എനിക്ക് അങ്ങനെ പറയാമെന്ന്. അതിന് കറക്റ്റ് ഇൻട്രോ ആണ്. സൂപ്പർ. ബാക്കിയോടെ കേട്ടു വെക്കുക. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം എന്താ ചോദിച്ചു? അല്ല, പലതൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല. നാട്ടുകാർ അങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരാണ് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ. നീ എന്താ പറയണ്ടേ? എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ. നീ നല്ല മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരും നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് രണ്ടിനെയും കൂടെ ഒരു വള്ളി കെട്ടാൻ ഗൈസ്. ഇപ്പം എന്നെ ഇപ്പോൾ വിളിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യത്തുള്ളൂ, സ്വാഭാവികം. അഖിൽമാരാറിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു ഗൈസ്. എടാ നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി ഒന്നും. എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ സ്വന്തം വീട്ടുകാരെ പറയുമ്പോൾ എനിക്കൊരു മര്യാദയ്ക്ക് സംസാരിക്കും. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ഞാൻ മനസ്സിലായിട്ടെടുത്ത് നീ സ്വഭാവമല്ല. നീ മിണ്ടാതില്ല, പറയുന്നോട് കേൾക്കാം. നീ നീയാണ് എനിക്ക് എടാ നീ ആരാണ്? നീ പറയുന്നത് ഞാൻ ആരാണ്? നീ പറയണ ആവശ്യം എനിക്ക് എന്താണ്? നീ വല്ലാണ്ട് ഒച്ച എടുക്കല്ലേ. നീ നിന്റെ വേറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് നീ നാട്ടുകാർ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പെണ്ണുങ്ങളെ കടന്നു കൊടുത്തിട്ട് കയറുന്നു. നീ കേട്ടോ? ഞാൻ ചോദിച്ചു പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് നീ ഇത്ര നാൾ പറഞ്ഞത്. എന്റെ ഫോണിൽ നീ വിളിച്ചിട്ട് എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം. നീ ആരടാ? നീ ഞാൻ പറയുന്നത് ഒന്ന് സുഹൃത്തെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അഡ്രസ് അയച്ചു. നിനക്ക് ഒരു നട്ടാലുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വാ. നീ നട്ടാലും എന്റെ വീട്ടിലേക്ക് വാ. ആൽബി അണ്ണ അവിടെ വെല്ലുവിളിക്കുക. ഞാൻ എന്റെ അഡ്രസ് അയച്ചാടാ, നീ നട്ടലുള്ളെങ്കിൽ എന്റെ വീട്ടിലോട്ട് പോവാ. ഇപ്പൊ ഒരു വിറ്റുണ്ട്, നോക്കിക്കോണേ. എന്റെ അഡ്രസ് തിരുവനന്തപുരത്ത് പേരൂർക്കട വന്നിട്ട് നീ വിളിച്ചാൽ മതി. ഞാൻ അഡ്രസ് പറഞ്ഞുതരാം. എന്തുടെ ജംഗ്ഷനാന്നോടെ നിന്റെ അഡ്രസ്? അരമണിക്കൂർ നീ എനിക്ക് ലൊക്കേഷൻ അയക്കും. പേരൂർക്കട വന്ന് വിളിക്കടാ. നീ നീ തരത്തിന് പോയി കളിക്കടാ. നീ തരത്തിന് പോയി കളിക്ക്. നിനക്ക് സോഷ്യൽ മീഡിയയിൽ അഖിൽമാരാർ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ അഡ്രസ് അയക്കണമെന്ന്. അപ്പോഴത്തേക്ക് ആൽബി അണ്ണം പേടിച്ച്. ആൽബി അണ്ണം വിചാരിച്ച് അഖിൽമാരാർ പുള്ളി വീട്ടിൽ ഇരുന്ന് വിളിക്കുമെന്ന്. ഞാനിപ്പോ തിരുവനന്തപുരത്തുണ്ടാ, നിന്റെ അഡ്രസ് അയക്കടാ. അണ്ണം പേടിച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് റൂട്ട് അങ്ങ് മാറ്റി. കേട്ടോ? ഞാൻ തിരുവനന്തപുരത്തുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങോട്ട് വരാമെന്ന്. ഈ തിരുവനന്തപുരത്ത് തൃശ്ശൂർ എവിടെയാണ് എനിക്ക് എന്താ വണ്ടി വിളക്കണം. പോയി തരത്തിന് കളി. ആദ്യം ഭയങ്കര വെല്ലുവിളിയാണ്. ഞാൻ എന്റെ അഡ്രസ് അയച്ചു തരാടാ, നീ ധൈര്യം ഉണ്ടേ വാ. ഇപ്പൊ പോടേർക്ക ഇങ്ങോട്ടെങ്കും വരില്ല, പോടേർക്ക.
എൻ്റെ പൊന്ന് പേടിത്തൂറി നാണെ അടിച്ചു തീർക്കണം, ധൈര്യം കൊണ്ട് അടിച്ചു തീർക്കണം. പിന്നല്ല ഇയാൾ അഡ്രസ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോടേർക്ക. എൻ്റെ പൊന്നു. ഇത് കഴിഞ്ഞ് അഖിൽമാരാറിൻ്റെ വേറൊരു വോയിസ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാവേ. ഞാനിപ്പോ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ ശോഭനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് വന്നിട്ട് പോയാളാം. ഞാൻ അവിടെ നിന്നപ്പോൾ CI എന്നോട് പറഞ്ഞത്, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമന്റിനും പോസ്റ്റ് ഇടുന്ന ഉത്തരവാദിയായിരിക്കും. നീ ഇപ്പോൾ ഈ ചാനൽ നടത്തിയ വിവരങ്ങളുണ്ടല്ലോ, എന്റെ ഭാര്യയും എന്റെ 2 പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം, ഇതിനെതിരെ എന്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമം ഉണ്ടെന്ന കാര്യങ്ങൾ സംസാരിച്ചാൽ ഞാൻ നിന്നെ വിളിച്ച് നല്ല തെറിയാൻ വിളിച്ചത്. കാര്യം ആ തെറിയിലങ്ങ് തീരട്ടെന്ന് വരും. അല്ലെങ്കിൽ നിനക്കെതിരെ ഉണ്ടല്ലോ, നിനക്കെതിരെ ഈ വിഷയം പറഞ്ഞത് 2 പെൺകുട്ടികളെ അവരെ പേര് വെച്ചിട്ട് അവരെ യൂസ് ചെയ്തെന്ന് നീ വിളിച്ചു പറയുകയാണ് ചെയ്തത് കേട്ടോ. നിനക്ക് വിവരം പോകുന്നില്ലെന്ന് നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു തരിക. അവിടെ ഈ വിഷയം ഇവിടെ വിട്ടോ. പിന്നെ നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ കടന്നു വന്നിട്ട് പോകുന്നതാണെന്ന് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട്, എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. അതിനെ എവിടെ നിന്നാണ് നീ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിട്ടു. ഞാൻ പേരൂർ കട വന്നിട്ട് 3 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. പിന്നെ പോട്ടെ, ഞാൻ വരുന്ന അടിക്കുമ്പോഴേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നിന്റെ നേരിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണമായിരുന്നു. ഞാൻ എവിടെയാണ് നിന്റെ അടുത്ത് നീ കേട്ടത്? ഞാൻ ഇങ്ങനെ പറഞ്ഞത് നീ എവിടെയാണ് കേട്ടത്? അതെനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണം. അതിനുവേണ്ടി മാത്രം നിന്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ വെച്ചത്. അത് നീ ഫോൺ എടുത്തില്ല, പോട്ടെ, സാരമില്ല. ഞാൻ ഈ വിഷയം വിട്ടു. ഞാൻ നിന്നെ ഡയറക്റ്റ് വിളിച്ച് ചീത്തക്ക് ഞാൻ ഈ വിഷയം വിട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിയെടുത്താനുള്ള എല്ലാ സാധനങ്ങളും നിന്റെ വിവരക്കേട്ടിനകത്തുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക, 2 പെൺകുട്ടികൾക്കെതിരെ ആവശ്യമില്ല സംസാരിക്കുക, അമ്മയെ ചീത്ത വിളിച്ച് അമ്മയെ മോശക്കാരെ ചിത്രീകരിച്ച് പറയുക. നിന്റെ 3 പേരും നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്റെ ഭാര്യയും എന്റെ 2 മക്കളും എന്റെ അമ്മയും പൊതുമധ്യത്തിലേക്ക് സൈബർ ബുള്ളിങ്ങിന് വിധേയമായി. ഇത് മതി വകുപ്പിനകത്ത്. നീ അല്ലാതെ അറിയോ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചോ? നീ അണ്ണനങ്ങ് ചെന്ന് കേട്ടോ പേരൂക്കടവ് എന്നിട്ട് വിളിച്ച് 3 വട്ടം വിളിച്ച് ആൽബിച്ചായ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഇയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഓടിക്കളഞ്ഞ് ജീവനം കൊണ്ട് ഓടി. നാണമുണ്ടോടാ വെല്ലുവിളിച്ചിട്ട് ഓടി രക്ഷപ്പെടാൻ. എൻ്റെ പൊന്നെ, എന്തൊക്കെ കോമഡിയാണ് ഗൈസ് ബിഗ് ബോസിന് പുറത്ത് നടക്കുന്നത്. കഴിഞ്ഞ സീസണിലെ വിന്നർ ഈ വട്ടം അകത്തുള്ള ഒരുത്തൻ്റെ ഹസ്ബൻഡും തമ്മിലേക്ക് മുട്ടലിടി. എന്തായാലും ഭയങ്കരമായ സീസൺ ആയിപ്പോയി കേട്ടോ ഈ സീസൺ. ഈ അടിക്കെല്ലാം കാരണം അഖിൽമാരാറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സത്യം പറഞ്ഞാൽ അഖിൽമാരാർ അന്ന് അഡ്രസ്സ് ചെയ്ത ഒരു ഇഷ്യൂ, അത് ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതിന് എങ്ങനെയൊക്കെ പറഞ്ഞാലും അതിന് 2 വശങ്ങളുണ്ട്. ആ വേറെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഇഷ്യൂ പറയാൻ പറ്റുമോ? ഇപ്പം ഏത് പെണ്ണാണ് പോയി ഇങ്ങനെ കടന്നു കൊടുത്തതെന്ന് പറയാൻ പറ്റത്തില്ല. ലൈക്ക് പറഞ്ഞു കൊടുത്താൽ അത് വേറെ കേസാവും. പറയാതിരുന്നാൽ ബാക്കിയുള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന പോലെ കേസാവും. ഒന്നും പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂ പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരുന്നാൽ ഇനിയുള്ള എല്ലാവരെയും അത് ബാധിക്കുന്ന ഒരു കേസാണത്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ബിഗ് ബോസിനകത്ത് ഉണ്ട് എന്ന് അഡ്രസ്സ് ചെയ്യണമായിരുന്നു. പുള്ളിക്കാരൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് ആൾക്കാർ അല്ലെങ്കിൽ പഴയ കണ്ടസ്റ്റൻസ് എടുത്തത് വേറൊരു തരത്തിലാണ്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരിലേക്കും ആ ഒരു സംഭവം അടിക്കും. പക്ഷെ ഒരു 3ാമതൊരാൾ ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ ആൾക്കാരിലോട്ട് പോകത്തുള്ളൂ. അതിന് 2 വശങ്ങളുണ്ട്. 2 രീതിയിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരും. ആ ഒരു ഇഷ്യൂ പറഞ്ഞെന്ന് പറഞ്ഞാൽ അഖിൽമാരാറിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനും പറ്റത്തില്ല, സപ്പോർട്ട് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. കാര്യം ഇത് അങ്ങനെയാണ്, ആ ഒരു സാധനം അങ്ങനെയാണ്. സോ ഇതൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന ആൽബി, അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. അതുകൂടെ ഞാൻ വെച്ച് തരാം. അതിനകത്ത് കുറേ കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. ഇതാണ് എന്തായാലും എനിക്ക് അവൻ്റെ ന്യായം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഗൈസ്. വേണമെങ്കിൽ കേൾക്കുക. ഇത് വീട്ടിൻ്റെ അവസാനം ഞാൻ എന്തായാലും വെച്ചേക്കാം. ഓക്കെ. അഖിൽമാരാറിൻ്റെ തള്ളക്കി വിളിച്ചതോ അഖിൽമാരാറിൻ്റെ ഭാര്യയെ പറഞ്ഞതോ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ 2 പിള്ളേരുടെ പേരെടുത്ത് അവൻ പറഞ്ഞത്, അല്ലെ പിള്ളേരെ പറ്റി പറഞ്ഞത്, അത് വളരെ ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ ഈ വിളിച്ച തെറിയൊന്നും പോരെന്നേ ഞാൻ പറയത്തുള്ളൂ. സോ ആ ഒരു കാര്യം കൊണ്ട് അഖിൽമാരാർ ഈ തെറി വിളിച്ചത് നന്നായി എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഗൈസ് വീഡിയോ. ഇവൻ്റെ മെഴുകലിൻ്റെ വോയിസ് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം, വേണമെങ്കിൽ പോയി കണ്ടോ. അതിനകത്ത് അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ആരുടെ സൈഡിലാണ് നിൽക്കുന്നതെന്ന്. സോ താഴെ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കണ്ട. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ. നമസ്കാരം. ഞാനാണ് ഈ പറഞ്ഞ അപ്സരയുടെ ഹസ്ബൻഡ്. ഞാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അത് പറയാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പുറത്തിരുന്ന് കാണുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എന്ത് പറയുമ്പോഴും അത് മൈൻഡ് ചെയ്യേണ്ട ബ്രോ, അത് വെറുതെ വിട്ടേക്ക്, അത് കേൾക്കാത്ത പോലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ കഴിഞ്ഞ 1 മാസത്തിലധികമായിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടാനുള്ള കാരണം അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന് എതിരെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന, എൻ്റെ ഭാര്യയെ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന, എനിക്കും എൻ്റെ സഹോദരിമാരും വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ എന്താണ് പറയുക, കാസ്റ്റിംഗ് കൗച്ചിന് വിധേയരായി നിന്നു കൊടുത്തിട്ടാണ് കയറിയത് എന്നാണ് അഖിൽമാരാർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. അത് പുറത്തുനിന്ന് കമന്റ് ഇടുന്ന ആൾക്കാർ
അല്ലെങ്കിൽ അപ്സരയുടെ ഹസ്ബൻഡ് ഞാൻ അപ്സര പുറത്തായെന്ന് പറയുന്നത്. അപ്സര പുറത്തായി ഞങ്ങൾ പുറത്താവട്ടെ, എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. പക്ഷേ അഖിൽമാരാർക്കെതിരെ പറയാനുള്ളത് ഞാൻ 3-4 സ്ഥലങ്ങളിൽ പറയാനുള്ള കാരണം കൃത്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഫോട്ടോയോ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സമയത്ത് അഖിൽമാരാർ പറഞ്ഞ ആ സ്ത്രീ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടുന്നു. അത് എൻ്റെ ചേച്ചിയും എൻ്റെ റിലേറ്റീവ്സും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വലുതാണ് സുഹൃത്തുക്കളെ. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സ്വന്തം പെങ്ങളെ കുറിച്ച്, സ്വന്തം അമ്മയെ കുറിച്ച്, സ്വന്തം ഭാര്യയെ കുറിച്ച്, സ്വന്തം മക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിന്റെ വേദന എത്രയാണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ് ഞാൻ. അഖിൽമാരാർ ഇത്ര വലിയ ധൈര്യശാലിയാണ്, അഖിൽമാരാർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റമുണ്ട്, സുപ്രീം കോടതിയായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അഖിൽമാരാര് ഇങ്ങനെ 2 സ്ത്രീകൾ അവിടെ പോയി എന്ന് പരോക്ഷമായി പറയുമ്പോൾ അവിടെ പോയി 50-60 പെൺകുട്ടികളുണ്ട്. ഇവരൊക്കെ വീട്ടുകാർ അനുഭവിക്കുന്നത് ഇതേ വിഷമമാണ്. ഞാൻ അങ്ങനെ വിഷമം അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അഖിൽമാരാർക്കെതിരെ പറഞ്ഞത്. ഇത് ആൽബി എന്ന് പറയുന്ന വ്യക്തി പരസ്യമായി പറഞ്ഞ വാക്കാണ്. അതിൽ എനിക്ക് യാതൊരു ഖേദവുമില്ല. ഇനി ഇതിന്റെ പുറത്ത് അപ്സര ഔട്ട് ആവണമെങ്കിൽ അങ്ങ് ഔട്ട് ആവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് അപ്സര ഔട്ട് ആവുന്ന ആരും പ്രതീക്ഷിക്കണ്ട. അപ്സര ഔട്ട് ആവില്ല. അപ്സരയെ സപ്പോർട്ട് ചെയ്യുന്ന, അപ്സരയെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ വോട്ട് കൊണ്ട് അപ്സര എന്തായാലും ബിഗ് ബോസിൽ നിൽക്കും. 100 ദിവസം അവിടെ ഉണ്ടാവും. നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന വോട്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ അഖിൽമാരാര് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പൊ എന്താണ് പറയാ, നമ്മൾ അറിയുന്ന വേറൊരാളുടെ അമ്മേനെയോ ഭാര്യയോ ഒരാള് പുറത്ത് സ്ത്രീകളെ കുറിച്ച് പറയാൻ പറ്റാത്ത വാക്കുകൾ, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഭാര്യയും അങ്ങനെയാണ് എന്നുള്ള തരത്തിൽ എത്രയോ ഓൺലൈൻ ന്യൂസുകൾ വന്നു. ഇവിടുത്തെ മലയാളം ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഏറ്റവും ടോപ്പ് പോർട്ടലുകളായിട്ടുള്ള പല ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലും അപ്സര, ശരണ്യ, ശ്രീതു തുടങ്ങിയ പെൺകുട്ടികളാണ് അഖിൽമാരാർ പറയുന്നത് പോലെ എന്നുള്ള തരത്തിൽ ഓൺലൈൻ വാർത്തകൾ ഇവരെ ഫോട്ടോ വെച്ച് വന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അമ്മയുണ്ടാവും, പെങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വെച്ച്, നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളുടെ ഫോട്ടോ വെച്ച് അഖിൽമാരാർ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചില ആൾക്കാരുടെ മുന്നിൽ വഴങ്ങിക്കൊടുത്ത, കൂടെ കിടന്നു കൊടുത്ത സ്ത്രീകള് ഇവരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ പെങ്ങളുടെയോ നിങ്ങളുടെ ഭാര്യയുടെയോ ഫോട്ടോ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ അപ്സരയെ പുറത്താക്കാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുക്കാനോ ഇതിനു വേണ്ടിയല്ല പോയത്. ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവമായിട്ട് തോന്നുള്ളൂ. പിന്നെ ഞാൻ ഇത്തിരി എന്താണ് പറയാ, ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ഒച്ച ഇത്തിരി കൂടുതലാണ്. പല ആൾക്കാരും പറയുന്നു അപ്സരയെ ഔട്ടാക്കാനാണ്. അപ്സരയെ ഔട്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ പോരെ. ഞാൻ ഇവിടുന്ന് ഇത്രയും ദൂരം പോയി, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉള്ള സമയമാണ്. ഞാൻ ഇത്രയും ദൂരം പോയി എറണാകുളത്ത് പോയി ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഇന്റർവ്യൂകളിൽ സംസാരിച്ചെങ്കിൽ അത് എനിക്ക് എന്റെ ഭാര്യ അത്ര ഇഷ്ടമാണ്. ഈ ലോകത്ത് ആ ഇന്റർവ്യൂ നിങ്ങൾ കേട്ടു നോക്കുക. ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ അമ്മയെയും എന്റെ ഭാര്യ അപ്സരയാണ്. എന്റെ ഈ ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്ത് എന്റെ ഭാര്യ അപ്സരയാണ്. അപ്സരയ്ക്കെതിരെ ഇനി മാരാരുടെ ആര് വന്ന് സംസാരിച്ചാലും അതിന് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കും. അതിന്റെ പുറത്തുണ്ടാവുന്ന എന്ത് കോൺസിക്വൻസ് അല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ നേരിടാനുള്ള എന്താണ് പറയാ മാനസിക ബലം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത്, മാരാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ 1-2-3 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം കൊടുത്തു തന്നെയാണ്. ഇതിന് പുറത്ത് എന്ത് വിവാദമാണെങ്കിലും ഉണ്ടാവട്ടെ, അത് എനിക്ക് വിരോധമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്സര ഔട്ട് ആവില്ല എന്നത് എന്റെ വാക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ വോട്ട് ചെയ്യുക, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്സര ഔട്ട് ആവില്ല. അപ്സര 100 ദിവസം അവിടെ നിൽക്കും. പിന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം എന്റെ മനസ്സിൽ അത്രയും വിഷമമുണ്ടായ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ടുണ്ടാവുന്ന എന്ത് കാര്യങ്ങളായാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ഇത്തിരി ശബ്ദ ഉയർത്തി സംസാരിച്ച് ദേഷ്യം എന്റെ വാക്കുകൾ ഉണ്ടെങ്കിൽ സോറി. കാരണം ഇത്